നമസ്കാരം. സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധം 2 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അതിശക്തമായി മാറിയിരിക്കുകയാണ്. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടി നോർത്ത് കൊറിയ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും തമ്മിൽ വേർതിരിക്കുന്ന 38ാം പാരലൽ ലൈൻ വഴി തലസ്ഥാനമായ സോളിലേക്ക് കടന്നിരിക്കുകയാണ്. സോളിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ സൗത്ത് കൊറിയയുടെയും അമേരിക്കയിലും ഭടന്മാർ ഓരോ സ്ഥലത്തും ശക്തമായി തിരിച്ചടി നേരിട്ടതിന്റെ ഫലമായി തിരിച്ചോട്ടമല്ലാതെ മറ്റൊരു മാർഗവുമില്ലാതെ വൻതോതിൽ പിന്തിരിയുകയാണ്. അവസാനം ഓടി US സൈന്യവും സൗത്ത് കൊറിയൻ സൈന്യവും സൗത്ത് കൊറിയയുടെ ഏറ്റവും തെക്കുള്ള ഭാഗത്തെത്തുകയാണ്. പുസാൻ എന്ന് പറയുന്ന ഒരു നഗരം. ആ നഗരത്തിന്റെ എൻഡിൽ സമുദ്രമാണ്. 50 കിലോമീറ്റർ വീതിയും 100 കിലോമീറ്റർ നീളവുമുള്ള ഒരു സ്പേസിലാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്നത്. ശരിക്കും പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയാം. ഏതാണ്ട് 2/3 ഭാഗത്തോളം സമുദ്രവും ഒരു ഭാഗത്ത് നദിയും ബാക്കിയുള്ള ഭാഗങ്ങളിൽ മലയും. അതാണ് പുസാൻ എന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത. ആ മലനിരകളിൽ അവിടെ ചില വഴികളുണ്ട്. ആ വഴികൾ മാത്രം ഗാർഡ് ചെയ്താൽ മതി എന്നുള്ളതാണ് അമേരിക്കയുടെയും സൗത്ത് കൊറിയൻ സൈന്യത്തിൻ്റെയും ഏക പ്രതീക്ഷ. ചുരുക്കം സ്ഥലങ്ങൾ മാത്രം ഗാർഡ് ചെയ്താൽ മതി. നോർത്ത് കൊറിയയുടെ ഏകദേശം 70,000-ഓളം വരുന്ന സൈന്യം സോവിയറ്റ് പിന്തുണയോടുകൂടി സോവിയറ്റ് നിർമ്മിത T-34 ടാങ്കുകളുമായി അതിശക്തമായി സൗത്ത് കൊറിയയുടെ സൈന്യത്തെ ആക്രമിച്ചുകൊണ്ട് വരികയാണ്, തുരത്തി ഓടിച്ചുകൊണ്ട് വരികയാണ്. ഇനി ആ ഒരു ചെറിയ നഗരം കൂടെ പിടിച്ചാൽ കൊറിയ പൂർണ്ണമായും കിം ഇൽ സങ്ങിന്റെ കീഴിലാവും. കിം ഇൽ സങ് ആത്യന്തികമായി ഒരു സൈനിക നേതാവ് അല്ലെന്നും ഒരു ഗൊറില്ല നേതാവാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് ഈ നിമിഷത്തിലാണ്. ജപ്പാന്റെ ചൈനീസ് അധിനിവേശ സമയത്തും കൊറിയൻ അധിനിവേശ സമയത്തും ജപ്പാൻ സേനയ്ക്ക് നേരെ 50-100 പേര് വരുന്ന ഒരു സംഘത്തെ സംഘടിപ്പിച്ച് ചാവേർ ആക്രമണം നടത്തിയിട്ട് ഓടിക്കളയുന്ന ഒരു ശൈലിയാണ് കിം ഇൽ സങ്ങിനുള്ളത്. അടിച്ചിട്ട് ഓടുക എന്ന് പറയില്ല, ആ ശൈലി തന്നെ. നമ്മുടെ കുഞ്ഞാലി മരയ്ക്കാർ 15-16 നൂറ്റാണ്ടുകളിൽ പോർട്ടുഗീസ് സൈന്യത്തിനെതിരെ പ്രയോഗിച്ച അതേ തന്ത്രം. അതാണ് കിം ഇൽ സങ് ജപ്പാൻ സൈന്യത്തിന് മേൽ ഈ കാലഘട്ടങ്ങളിലൊക്കെ നടത്തിയിരുന്നത്. അദ്ദേഹം 1950 അടുപ്പിച്ച് നോർത്ത് കൊറിയയുടെ അധികാരിയായി മാറിയപ്പോൾ പുള്ളിക്ക് ഒരു മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇപ്പോഴും പഴയ ആ ഗൊറില്ല ലീഡർ തന്നെയാണ്. ആ കാര്യത്തിൽ ഉടക്കി കഥ ആകെ മാറി മറിയുകയാണ്. ജപ്പാനിലെ ടോക്കിയോയിലിരുന്ന യുദ്ധത്തെ നിയന്ത്രിക്കുന്ന മേജർ ജനറൽ മാക് ആർതർ സൗത്ത് കൊറിയയിലുള്ള പുസാനിൽ അകപ്പെട്ടിരിക്കുന്ന അമേരിക്കൻ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്ന വാൾട്ടർ ജോണി വാക്കറോട് ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും പുസാൻ വിടാൻ അനുവദിക്കരുത്. ഡു ഓർ ഡൈ, ഇതാണ് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. മരിച്ചാലും പിന്മാറരുത്. ഇനി പിന്മാറാൻ അവർക്ക് യഥാർത്ഥത്തിൽ സ്ഥലമില്ല എന്നതാണ് സത്യം. പിന്മാറിയാൽ പിന്നെ കടലേ ഉള്ളൂ. തിരിച്ചടിക്കണമെന്ന് മാക് ആർതർ ആവശ്യപ്പെടുമ്പോഴും ജോണി വാക്കർ ആവശ്യപ്പെടുമ്പോഴും കൂടെയുള്ള സൗത്ത് കൊറിയയുടെയും അമേരിക്കയുടെയും സൈന്യം അന്തം വിട്ട് നിൽക്കുകയാണ്. തിരിച്ചടിക്കാനുള്ള സകല മാനസിക ശേഷിയും അവർക്ക് ഏതാണ്ട് നഷ്ടമായിരിക്കുകയാണ്. അതിശക്തമായ ആക്രമണമാണ് T-34 ടാങ്കുകൾ സൗത്ത് കൊറിയയുടെ സൈന്യത്തിന് നേരെ നടത്തിയിരിക്കുന്നത്. വൻ കാഷ്വാലിറ്റിയാണ് സൗത്ത് കൊറിയയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെയാണ്. റഷ്യൻ നിർമ്മിത ടാങ്കുകളെ തകർക്കാൻ ഒരു തരത്തിലും പറ്റില്ല എന്ന് ബോധ്യമായപ്പോഴാണ് വാൾട്ടർ ജോണി വാക്കറും എയർഫോഴ്സിന്റെ ചുമതലയുള്ള പോറിഞ്ചും ലഫ്റ്റനന്റ് നിക്കോളിലേക്ക് തിരിയുന്നതും നിക്കോൾ T-34 ടാങ്കുകളുടെ രഹസ്യം കണ്ടുപിടിക്കുന്നത്. അവിടെ മുതൽ കഥയിൽ വൻ ട്വിസ്റ്റുകൾ ഉണ്ടാവുകയാണ്. T-34 ടാങ്കുകളെ നാപ്പാം ബോംബ് ഉപയോഗിച്ച് തകർക്കാൻ കഴിയുമെന്ന് മനസ്സിലായതും US വൻതോതിലുള്ള ബോംബിംഗ് ആരംഭിക്കുകയാണ്. ഇവിടെയാണ് നോർത്ത് കൊറിയൻ ലീഡർ കിം ഇൽ സങ്ങിന്റെ മണ്ടത്തരവും യുദ്ധത്തെ ആകെ മാറ്റിമറിക്കുന്നത്. പുസാനിലേക്ക് കയറാൻ അനവധി മാർഗങ്ങളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നോർത്ത് കൊറിയയുടെ സൈന്യത്തിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടായാൽ ഉറപ്പാണ് സൗത്ത് കൊറിയയും അമേരിക്ക അവിടെ പരാജയപ്പെടും.
പക്ഷെ കിം ഇൽ സെങ് അയാളുടെ സൈന്യത്തിനെ 4ആയി ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. 4 ടീമാക്കിയതിന് ശേഷം 4 ഭാഗത്തുകൂടി പുസാനെ ആക്രമിക്കാനായിട്ട് അയാൾ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തു. ആകെ ഉണ്ടായിരുന്ന സൈന്യം 4ആയി വിഭജിക്കപ്പെട്ടു. ആ 4 ടീമും മലയിടുക്കിലൂടെയാണ് പുസാനിലേക്ക് ആക്രമണം നടത്തേണ്ടത്. മലയിടുക്ക് തീരുന്ന ഭാഗത്ത് വിശാലമായ നദിയാണ്. ആ നദിയിലൂടെയുള്ള ആക്രമണം സ്വാഭാവികമായും നടക്കില്ല. മറുഭാഗത്ത് പൂർണ്ണമായി സമുദ്രമാണ്. സമുദ്രത്തിൽ ഇപ്പോഴും US തന്നെയാണ് താരം. US നാവികസേനയുടെ കപ്പലുകൾ റോന്തു ചുറ്റുന്ന കടലായതുകൊണ്ട് അതുവഴി ഒരു ആക്രമണം ഒരിക്കലും നടക്കില്ല. അതുമാത്രമല്ല, US-ന്റെ റീഇൻഫോഴ്സ്മെന്റുകൾ കടൽ വഴി പുസാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നോർത്ത് കൊറിയൻ സൈന്യത്തെ 4ആയി തിരിച്ചുകൊണ്ട് ആക്രമണം നടത്താനായി കിം ഇൽ സെങ് ആവശ്യപ്പെടുന്നത്. കിം ഇൽ സെങ്ങിന്റെ ടീം 4ആയി പിരിഞ്ഞ് ആക്രമണം ആരംഭിച്ചതോടുകൂടി എയർഫോഴ്സ് ജനറൽ പോറിച്ച് ലഫ്റ്റനന്റ് ഡൊണാൾഡ് നിക്കോളിനെ എയർഫോഴ്സിന്റെ ക്യാപ്റ്റനായി കൺവേർട്ട് ചെയ്തത്. ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടായ എയർഫോഴ്സിലെ ഏറ്റവും താഴത്തെ വിങ്ങിൽ വർക്ക് ചെയ്തിരുന്ന ഡൊണാൾഡ് നിക്കോൾസ് മാസങ്ങൾ കൊണ്ട് പടികൾ പലതും ചാടി ലഫ്റ്റനന്റായി ഇപ്പൊ ക്യാപ്റ്റനായിരിക്കുകയാണ്. ഒരുപാട് അധികാരങ്ങൾ നിക്കോളിലേക്ക് വരികയാണ്. നിക്കോളിനെ കൊണ്ട് ഇപ്പോൾ പോറിച്ചിനും ആർമിയുടെ ജനറൽ വാൾട്ടർ ജോണി വാക്കർക്കും ഒരു ആവശ്യമുണ്ട്. പുസാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന നോർത്ത് കൊറിയൻ സൈന്യം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കൊറിയൻ ഭാഷയിലാണ് കമ്മ്യൂണിക്കേഷൻ. നിക്കോൾ ഒരു കോഡ് ബ്രേക്കറായി മാറുന്നത് ഈ നിമിഷത്തിലാണ്. യുദ്ധം തുടങ്ങുന്നതിന് 4-5 മാസം മുൻപ് മാത്രമാണ് ഡൊണാൾഡ് നിക്കോൾ കൊറിയയിലെത്തിയത്. വരാനിരിക്കുന്ന നോർത്ത് കൊറിയൻ ആക്രമണത്തെക്കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ ടോക്കിലേക്ക് അയച്ചുകൊണ്ടിരുന്ന നിക്കോൾ ഈ കാലഘട്ടത്തിൽ പ്രധാനമായും ചെയ്തത് ഒരു കാര്യമാണ്. ശരിക്കും ബുദ്ധിമുട്ടി കൊറിയൻ ഭാഷ പഠിക്കുക എന്നുള്ളത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആഗസ്റ്റ് ആയപ്പോഴേക്കും നിക്കോളിന് നന്നായി കൊറിയൻ ഭാഷ വഴങ്ങുമെന്നായിട്ടുണ്ട്. അതുമാത്രമല്ല, കൃത്യമായും ക്രിപ്റ്റോഗ്രാഫിയും വഴങ്ങും. ഗൂഢഭാഷയിൽ എഴുതപ്പെടുന്ന, ഗൂഢഭാഷയിൽ സംസാരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ശേഷിയിലേക്ക് നിക്കോൾ എത്തുകയാണ്. നിക്കോൾ നോർത്ത് കൊറിയയിൽ നിന്ന് തടവിൽ പിടിക്കുന്ന ആളുകളെയും സൗത്ത് കൊറിയയുടെ സൈന്യത്തിലെ ആളുകളെയും വൻതോതിൽ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഒരു വൻ സൈന്യത്തിനെ ഉണ്ടാക്കുകയാണ്. എക്സ്പെർട്ടുകളായ ആളുകളെ കോഡ് ബ്രേക്ക് ചെയ്യാനും ഉപയോഗിക്കുകയാണ്. പുസാനിലെ ടേഗു എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് നിക്കോളും ടോറസും ഒരു ഓഫീസ് റൺ ചെയ്യുന്നത്. ആ ഓഫീസ് നിക്കോളിന്റെ താമസ സ്ഥലം കൂടിയാണ്. ആ ബിൽഡിംഗ് റോഡിന്റെ വശത്താണ്. അതിന് നേരെ എതിരെയായി അനവധി ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ നിക്കോൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. അവിടെയാണ് നിക്കോളിന് വേണ്ടിയുള്ള ആളുകളൊക്കെ താമസിക്കുന്നത്. വിവരശേഖരണം നടത്താനും ആ വിവരശേഖരണം പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റായി കൺവേർട്ട് ചെയ്യാനും അനവധി ആളുകൾ ഉപയോഗിക്കുകയാണ്. ഡോക്യുമെന്റ് ആകുന്ന നിമിഷത്തിൽ അവിടെ നിന്ന് ടോറസ് ജീപ്പിൽ ഒന്നുകിൽ പോർജിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ വാക്കറുടെ അടുത്തേക്കോ പറക്കും. വിവരശേഖരണം അതിവേഗതയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് കൊറിയക്കാർ എന്തു പറഞ്ഞാലും അത് നിക്കോൾ അറിയും. നിക്കോൾ നോർത്ത് കൊറിയക്കാരുടെ റേഡിയോ ഫ്രീക്വൻസി ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. റേഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന നോർത്ത് കൊറിയക്കാർ ഈ വിവരങ്ങൾ ഒന്നുമേ അറിയുന്നില്ല. ഈ സമയം കൊണ്ട് വൻതോതിൽ US-ന്റെ സൈന്യം പുസാനിൽ ഇറങ്ങി കഴിഞ്ഞിരുന്നു. യുദ്ധക്കപ്പലുകളിലും ബോട്ടുകളിലുമായി അനവധി സൈനികരാണ് പുസാനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ എയർഫോഴ്സ് പാരച്യൂട്ട് വഴിയും ആളുകൾ ഇറക്കിയാണ്. ഏകദേശം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആയപ്പോൾ US-ന്റെയും സൗത്ത് കൊറിയയുടെയും സംയുക്ത സൈന്യം 90,000-ആയി വളർന്നു. മറുഭാഗത്ത് 70,000 സൈന്യവുമായിട്ടാണ് പുസാനെ ആക്രമിക്കാൻ നോർത്ത് കൊറിയ എത്തിയിരുന്നത്. ആ സൈന്യത്തിന് ഇതുവരെയായിട്ടും പുസാനിലെ തടസ്സങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. 90,000 സൈന്യത്തെ സംഘടിപ്പിച്ചു കഴിഞ്ഞതോടുകൂടി നിക്കോളിന്റെ നേതൃത്വത്തിലുള്ള ടീം വൻതോതിൽ വിവരശേഖരണം നടത്തി കൊടുക്കുന്ന ജോലിയിലേക്ക് കടന്നു. വൻതോതിൽ വിവരശേഖരണം എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന നോർത്ത് കൊറിയൻ സൈന്യത്തിന്റെ ടാങ്കുകൾ എവിടെയൊക്കെയാണ് ഉള്ളത്, എയർഫോഴ്സ് വിമാനങ്ങൾ എവിടെയൊക്കെയാണ് ഉള്ളത് തുടങ്ങി സകല സ്ഥലങ്ങളുടെയും കൃത്യമായ വിവരശേഖരണം
നിക്കോളും ടീമംഗങ്ങളും നടത്തുകയും അത് കൃത്യമായി മാപ്പായി വരച്ചു ചേർത്ത് പോറിഞ്ചിനും അതുപോലെ വാക്കർക്കും കൊടുക്കുകയാണ്. ഇതേ സമയത്ത് കിമിൽ സംഗ് അമേരിക്കൻ സൈന്യം സംഘടിച്ച വിവരമറിയാതെ ആക്രമണം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യൻ നിർമ്മിത ടാങ്കിന്റെ സകല ഗുണങ്ങളും ദോഷങ്ങളും ഇതിനിടയിൽ നിക്കോൾ പഠിക്കുകയും ആ വിവരം US-നെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. US വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി തിരിച്ചടി ആരംഭിച്ചു. അതിശക്തമായ തിരിച്ചടി. നോർത്ത് കൊറിയൻ സൈന്യത്തിന്റെ മേൽ ആയിരക്കണക്കിന് ബോംബർ വിമാനങ്ങൾ വഴി വൻതോതിൽ ബോംബ് വർഷിക്കുകയാണ്. ബോംബ് വർഷത്തോടൊപ്പം തന്നെ സൗത്ത് കൊറിയയുടെയും US-ന്റെയും സൈന്യം പുസാനിലെ മലയിടുക്ക് വഴി പുറത്തേക്ക് നോർത്ത് കൊറിയയുടെ മേൽ ഇടിച്ചു കയറുകയാണ്. അതിശക്തമായ തിരിച്ചടി അനുഭവപ്പെട്ടതും നോർത്ത് കൊറിയ പിൻവാങ്ങാൻ തുടങ്ങി. പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു ഓടുകയാണ്. അവരുടെ T-34 ടാങ്കുകൾ പലതും തകർക്കപ്പെടുകയാണ്. US യുദ്ധവിമാനങ്ങൾക്ക് ആകാശം ഏതാണ്ട് തീരെഴുതി കൊടുത്തതുപോലെയായി. നോർത്ത് കൊറിയയെ പ്രൊട്ടക്ട് ചെയ്യാൻ സോവിയറ്റ് യുദ്ധവിമാനങ്ങൾ ഇല്ലാത്ത സാഹചര്യം. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ തലങ്ങും വിലങ്ങും ബോംബ് വർഷിച്ചുകൊണ്ട് മുന്നേറിയപ്പോൾ അതിവേഗതയിൽ പുസാനിൽ നിന്ന് സോളിലേക്ക് മടങ്ങിയെത്തിയ നോർത്ത് കൊറിയ അതും കഴിഞ്ഞ് പിന്നെയും 38ാം ലൈനിലേക്ക് പിൻവാങ്ങുകയാണ്. അതായത് സൗത്ത് കൊറിയൻ നോർത്ത് കൊറിയൻ അതിർത്തി. അവിടെ എത്തിയിട്ടും സൗത്ത് കൊറിയയുടെയും US-ന്റെയും സൈന്യത്തിന്റെ തള്ളൽ നിൽക്കുന്നില്ല. വീണ്ടും അവർ ഇടിച്ചു കയറുകയാണ്. എന്തു വേഗതയിലാണോ നോർത്ത് കൊറിയ സൗത്ത് കൊറിയയിലേക്ക് ഇടിച്ചു കയറിയത് അതേ വേഗതയിൽ അവരെ തിരിച്ചോടിക്കുകയാണ്. നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യോങ് കഴിഞ്ഞ് ഏതാണ്ട് ചൈനീസ് ബോർഡറിലേക്ക് നോർത്ത് കൊറിയ പിൻവലിക്കപ്പെട്ടു. അതിശക്തമായ തിരിച്ചടി. കിമിൽ സംഗ് സ്വപ്നം പോലും കാണാത്തൊരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. പുസാൻ എന്ന നഗരം കൂടി പിടിച്ചാൽ കൊറിയ മുഴുവൻ കിമിൽ സിംഗിന്റെ കീഴിലായി എന്ന് കിമിൽ സിംഗ് സ്വപ്നം കണ്ട അതേ നിമിഷത്തിലാണ് തിരിച്ചടി ആരംഭിച്ചിരിക്കുന്നത്. ആ തിരിച്ചടി സൗത്ത് കൊറിയയുടെ എൻഡിൽ നിന്ന് നോർത്ത് കൊറിയയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ചൈനീസ് ബോർഡറിൽ മാത്രമാണ് ഇപ്പോൾ നോർത്ത് കൊറിയ ഉള്ളത്. നോർത്ത് കൊറിയ ചൈനീസ് ബോർഡറിലേക്ക് പിന്മാറിയതോടുകൂടി നിക്കോളും ടീമും നേരെ നോർത്ത് കൊറിയയുടെ പഴയ തലസ്ഥാനമായ പ്യോങ്യോങ്ങിലേക്ക് കടക്കുകയാണ്. അവിടെ കിമിൽ സിംഗ് താമസിച്ചിരുന്ന ബിൽഡിങ്ങിൽ നിക്കോൾ അരിച്ചു പറക്കുകയാണ്. ഏകദേശം 70,000-ഓളം ഡോക്യുമെന്റ്സ് ആണ് നിക്കോൾ പിടിച്ചെടുക്കുന്നത്. അതുമാത്രമല്ല നോർത്ത് കൊറിയൻ സൈന്യം ഉപയോഗിക്കുന്ന എല്ലാ കോഡ് ഭാഷകളുടെ പുസ്തകങ്ങളും അവിടെ നിന്ന് എടുക്കുകയാണ്. ഒരുപാട് ഡോക്യുമെന്റ്. പ്യോങ്യോങ് ഉൾപ്പെടെയുള്ള സകല നഗരങ്ങളും സൗത്ത് കൊറിയയുടെയും US-ന്റെയും സൈന്യം അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇതേ സമയത്ത് ചൈനീസ് ബോർഡറിൽ പലതും സംഭവിക്കുകയാണ്. US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ രഹസ്യ അന്വേഷണ പരാജയം സംഭവിക്കുന്നതും അവിടെയാണ്. ചൈന വൻതോതിൽ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. US-ന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തത്രയും സൈനികരെയാണ് ചൈന സംഘടിപ്പിക്കുന്നത്. വിലോക് ബോയിയുടെ ഇന്റലിജൻസ് വിങ്ങിനാണ് ആ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ചുമതല ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനൊക്കെ വിലോക് ബോയ് തള്ളി പറയുകയാണ്. നേരത്തെ നിക്കോൾ നോർത്ത് കൊറിയ സൗത്ത് കൊറിയ ആക്രമിക്കുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു, മുൻകൂട്ടി വിവരങ്ങൾ നൽകിയിരുന്നു. അതിനെയും വിലോക് ബോയ് കാര്യമായി എടുത്തിരുന്നില്ല. ഇപ്പൊ ഇതാ ചൈനയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള വാർത്തകളും വിലോക് ബോയ് തള്ളി പറയുകയാണ്. അതിന് ഒരു സാധ്യതയുമില്ല. ചൈനയ്ക്ക് നമ്മളോട് എതിർക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അവരാക്രമിക്കത്തില്ല. ആ ഒരു മൈൻഡ് സെറ്റാണ് വിലോക് ബോയ്ക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് മാർക്ക് ആർദർക്കും ഉള്ളത്. ഇതേ സമയത്ത് ഡൊണാൾഡ് നിക്കോൾസും ടോറസും ഉൾപ്പെടെയുള്ള നിക്കോളിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം പ്യോങ്യോങ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിന്ന് കിട്ടാവുന്ന മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ശ്രദ്ധയും അതിർത്തിയിലേക്ക് പോയില്ല. ഇതേ സമയത്ത് നോർത്ത് കൊറിയൻ ബോർഡറിലെ ചൈനീസ് സൈന്യത്തിന് ചെയർമാൻ മാവോ സേതുങ്ങിന്റെ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞു. തിരിച്ചടിക്കാൻ റെഡിയാവുക. നോർത്ത് കൊറിയയുടെ ലീഡർ കിമിൽ സംഗിന് സൈന്യത്തെ നയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് ബോധ്യമായ മാവോ ജനറൽ പെങ് ഡെഹുയെയാണ് യുദ്ധത്തിന് ചുമതലയേൽപ്പിക്കുന്നത്. ജനറൽ പെങ് അധികാരമേറ്റതോടുകൂടി പെങ് ആദ്യം ചെയ്തത് നോർത്ത് കൊറിയൻ ലീഡർ കിമിൽ സംഗിനെ സൈഡ് ലൈനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്.
അതുമുതൽ യുദ്ധം നയിക്കുന്നത് ജനറൽ പെങ് ആണ്. ജനറൽ പെങ്ങിന്റെ നേതൃത്വത്തിൽ 3 ലക്ഷത്തിലധികം വരുന്ന ചൈനീസ് സൈന്യം ചൈനീസ് ബോർഡർ വഴി നോർത്ത് കൊറിയയിലേക്ക് കടന്നു. അതിശക്തമായ ഒരു തിരിച്ചടിയാണ് ചൈനീസ് സൈന്യം നോർത്ത് കൊറിയയ്ക്ക് ഉള്ളിലുണ്ടായിരുന്ന US-ന്റെയും സൗത്ത് കൊറിയയുടെയും സംയുക്ത സൈന്യത്തിന് കൊടുക്കുന്നത്. തിരിച്ചടിയേറ്റ US-ന്റെയും സൗത്ത് കൊറിയയുടെയും സൈന്യം തിരിഞ്ഞു നോക്കാതെ പിന്തിരിഞ്ഞോടുകയാണ്. ആ ഓട്ടം സൗത്ത് കൊറിയ നോർത്ത് കൊറിയൻ ബോർഡറായ 38 പാരലൽ ലൈൻ കഴിഞ്ഞ് വീണ്ടും സോളിലേക്ക് ഓടുകയാണ്. സോളിലേക്ക് കയറിയിട്ടും ചൈനീസ് സൈന്യത്തിന്റെ ആക്രമണം നിൽക്കുന്നില്ല. അവർ വീണ്ടും ഓടിക്കുകയാണ്. ഏകദേശം 180 കിലോമീറ്ററോളം നോർത്ത് കൊറിയൻ ബോർഡറിൽ നിന്ന് സൗത്ത് കൊറിയയ്ക്ക് ഉള്ളിലേക്ക് ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും സംയുക്ത സൈന്യം ഇടിച്ചു കയറുകയാണ്. നോർത്ത് കൊറിയയുടെ സൈന്യം എന്ന് പറയാമെങ്കിലും ഏകദേശം പൂർണ്ണമായും ചൈനീസ് സൈന്യം തന്നെയാണ്. അമേരിക്കയ്ക്ക് മാത്രം 11,000 ആളുകളെയാണ് ആ യുദ്ധത്തിൽ 2 ദിവസം കൊണ്ട് നഷ്ടമാകുന്നത്. അതിശക്തമായ തിരിച്ചടിയാണ് ചൈന US-ന് കൊടുത്തതെന്നർത്ഥം. ചൈനീസ് ബോർഡറിനടുത്ത് US സൈന്യം എത്തിയപ്പോൾ മാവോ ഒരു ചതി മണത്തിരുന്നു. കൊറിയ മുഴുവൻ US നിയന്ത്രണത്തിലായാൽ സ്വാഭാവികമായിട്ടും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി ചൈന തിരിച്ചടിക്ക് തീരുമാനിച്ചതാണ്. ടോക്കിയിലുള്ള ജനറൽ മാക്കാർതർ വിവരമറിയുമ്പോഴേക്കും US സൈന്യം ഏകദേശം സൗത്ത് കൊറിയയുടെ പകുതി ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. മാക്കാർതർ ഉടൻ തന്നെ ആ വിവരം വാഷിംഗ്ടണിലേക്ക് റിപ്പോർട്ട് ചെയ്തു. പ്രസിഡന്റ് ട്രൂമാന് മാക്കാർതറിന്റെ സന്ദേശം എത്തുകയാണ്. അതിശക്തമായ തിരിച്ചടി നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികൾ ഒന്നാണ്. വളരെ വിശദമായിട്ട് തന്നെയാണ് മാക്കാർതർ ട്രൂമാന് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രൂമാന് ഈ റിപ്പോർട്ട് മാക് ആർതർക്കെതിരെയുള്ള ഒരു ആയുധമാക്കാൻ കഴിയുന്ന ശൈലിയിലാണ് ആ റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. മാക് ആർതർ തൊട്ട് മുമ്പുള്ള പ്രസിഡന്റ് ഇലക്ഷനിൽ ട്രൂമാനെതിരെ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രൂമാൻ മാക് ആർതറെ ടോക്കിയോയിലേക്ക് അയക്കുന്നത്. 1-ാം ലോക മഹായുദ്ധത്തിലെയും 2-ാം ലോക മഹായുദ്ധത്തിലെയും US സൈന്യത്തിന്റെ ശരിക്കും വീരപുരുഷനാണ് ജനറൽ മാക് ആർതർ. ആ മാക് ആർതറെ ഇപ്പോൾ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ഒരു അവസരം ട്രൂമാന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നു എന്ന് ട്രൂമാൻ മനസ്സിലായി. ജനറൽ പെങ്ങിന്റെ സൈന്യം നോർത്ത് കൊറിയൻ തലസ്ഥാനമായ പോങ്കോങ്ങിലേക്ക് എത്തുന്ന ആ നിമിഷത്തിൽ നിക്കോൾസ് അവിടെയുണ്ട്. നിക്കോൾ കിട്ടിയ സാധനങ്ങളുമായി നേരെ സൗത്ത് കൊറിയയിലേക്ക് വച്ചു പിടിക്കുന്നു. ഈ സമയത്താണ് കിട്ടിയ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്റ്റാലിന്റെയും മാവോയുടെയും ചിത്രങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് രഹസ്യ രേഖകളുണ്ട്. കൂട്ടത്തിൽ കിം ഇൽ സങ്ങിന്റെ ആ പ്രസിദ്ധമായ ചെയറുമുണ്ട്. നോർത്ത് കൊറിയയുടെ ഭരണാധികാരി കഴിഞ്ഞപ്പോൾ കിം ഇൽ സങ് പോങ്കോങ്ങിൽ നിന്ന് ഭരിച്ചിരുന്ന അതേ ചെയറും അടിച്ചു മാറ്റിക്കൊണ്ടാണ് നിക്കോൾ പോങ്കോങ്ങിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് മടങ്ങുന്നത്. കിട്ടുന്ന എന്തും ശേഖരിക്കുക എന്നുള്ളത് നിക്കോളിന്റെ ഒരു ശൈലിയാണ്. ചൈനയുടെ നേതൃത്വത്തിൽ നോർത്ത് കൊറിയൻ സൈന്യം നടത്തിയ തിരിച്ചടി മാക് ആർതറെ വല്ലാതെ ദേഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മാക് ആർതർ വീണ്ടും എയർഫോഴ്സിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ചൈനീസ് ബോർഡർ മുതൽ US സൈന്യം ഇപ്പൊ നിൽക്കുന്ന സ്ഥലം വരെയുള്ള മുഴുവൻ മേഖലയും ഒരു മരുഭൂമിയാക്കി മാറ്റാനുള്ള ഉത്തരവാണ് മാക് ആർതർ കൊടുത്തത്. അതിന്റെ അർത്ഥം വളരെ വളരെ വ്യക്തമാണ്. ഒന്നും അവശേഷിപ്പിക്കേണ്ടെന്നാണ്. ഓരോ ഇഞ്ചും ബോംബിട്ട് തകർക്കാനാണ് മാക് ആർതർ എയർഫോഴ്സിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എയർഫോഴ്സിന്റെ ചുമതലയുള്ള ജനറൽ പാട്രിച്ച് അതറിഞ്ഞു. ജനറൽ പാട്രിച്ച് സൈന്യത്തെ തയ്യാറാക്കുമ്പോൾ ഒരു നിർദ്ദേശം കൂടി മാക് ആർതറിന് കിട്ടുകയാണ്. നാപ്പാം കെമിക്കൽ ബോംബുകൾ വ്യാപകമായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശമാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ T-34 തകർക്കാനായി നാപ്പാം ബോംബുകൾ ഉപയോഗപ്പെടുമെന്ന് നിക്കോള് കണ്ടുപിടിക്കുകയും അതനുസരിച്ച് T-34 തകർക്കുകയും ചെയ്തതാണ്. ഇപ്പൊ ഇതാ വീണ്ടും നാപ്പാം ബോംബ് ഉപയോഗിക്കാനായി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വേട്ടയാണ്. നാപ്പാം ബോംബുകൾ ആകാശത്ത് നിന്ന് ടൺ കണക്കിനാണ് നോർത്ത് കൊറിയയിലെ എമ്പാടും വിതറപ്പെട്ടത്. ചൈനീസ് ബോർഡർ മുതൽ US സൈന്യം തമ്പടിച്ചിരിക്കുന്ന 38-ാം പാരലൽ ലൈനിൽ നിന്ന് ഏകദേശം 200 കിലോമീറ്റർ ഉള്ളിലോട്ട് സൗത്ത് കൊറിയ വരെയുള്ള മുഴുവൻ സ്ഥലത്തും തറ തൊടാതെ ബോംബിംഗ് നടക്കുകയാണ്. ഫാക്ടറി എന്നോ വയലെന്നോ സ്കൂളെന്നോ ആശുപത്രി എന്നോ ഓഫീസ് എന്നോ വ്യത്യാസമില്ലാതെ പാലവും റോഡും തോടും ഉൾപ്പെടെ സകലയിടത്തും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൺ കണക്കിന് ബോംബാണ് ഓരോ ദിവസവും US
നോർത്ത് കൊറിയൻ സൗത്ത് കൊറിയൻ ബോർഡറിലായിട്ട് വർഷിക്കുന്നത്. കൂടുതലും നോർത്ത് കൊറിയയുടെ ഗ്രാമങ്ങളെയും പട്ടണങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ്. മാർക്ക് കാഥർ അയാൾക്ക് അനുഭവപ്പെട്ട പരാജയത്തെ മറക്കാൻ തയ്യാറാകാത്ത ഒരു ജനറലാണ്. തിരിച്ചടിക്ക് സകല മാർഗവും അയാൾ അവലംബിക്കുകയാണ്. ഈ സമയത്ത് നിക്കോളിന്റെയും ടീമിന്റെ ജോലി തികച്ചും അപകടകരമാണ്. നോർത്ത് കൊറിയൻ ഫ്രണ്ട് ലൈനിന്റെ പിന്നിലായി അകപ്പെട്ടു പോയിരിക്കുന്ന സൗത്ത് കൊറിയയുടെയും US-ന്റെയും സൈനികരെ രക്ഷപ്പെടുത്തുന്ന ജോലിയാണ് അവർക്കുള്ളത്. പലപ്പോഴും B-29 യുദ്ധവിമാനങ്ങളെ ചൈനയുടെയോ അല്ലെങ്കിൽ നോർത്ത് കൊറിയയുടെയോ സൈനികർ വെടിവെച്ചിടും. അങ്ങനെ വെടിയേറ്റ് വീഴുന്ന വിമാനങ്ങളിലെ വൈമാനികർ പാരച്യൂട്ടിലൂടെ ഇറങ്ങുന്നത് ഏതെങ്കിലും കാട്ടിലോ വയലിലോ ഏതെങ്കിലുമൊക്കെ ഗ്രാമത്തിലോ ഒക്കെ ആവും. അവിടെ നിന്ന് രഹസ്യമായി അവരെ പൊക്കി യുദ്ധത്തിനിടയിലൂടെ തന്നെ വിമാനങ്ങളിലൂടെ തന്നെ തിരിച്ച് സൗത്ത് കൊറിയൻ ബോർഡറിന് അപ്പുറത്ത് എത്തിക്കണം. തികച്ചും അപകടകരമായ ഒരു ദൗത്യമാണ്. അതിനുവേണ്ടി നൂറുകണക്കിന് എക്സ്പെർട്ടുകളായ ആളുകളെയാണ് നിക്കോൾ സൃഷ്ടിക്കുന്നത്. നോർത്ത് കൊറിയൻ ഫ്രണ്ട് ലൈനിന്റെ പുറകുവശത്തായി അങ്ങനെ പറന്നിറങ്ങുന്ന ആളുകൾക്ക് ആവശ്യമായ പാരച്യൂട്ട് പരിശീലനം കൊടുക്കുന്നതും നിക്കോളാണ്. രസകരമായ ഒരു കാര്യം, നിക്കോൾ ഒരിക്കൽ പോലും പാരച്യൂട്ടിൽ നിന്ന് അതുവരെയും താഴോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെന്നാണ്. ഒരിക്കൽ വിമാനത്തിൽ പാരച്യൂട്ട് പരിശീലനം കൊടുക്കാനായി നിക്കോൾ വന്നപ്പോൾ പലർക്കും ഭയം കണ്ടപ്പോൾ നിക്കോളിന്റെ ഭാരം വരുന്ന ഒരു പാരച്യൂട്ട് ഒരാളിൽ നിന്ന് വാങ്ങി ധരിച്ചതിന് ശേഷം വിമാനത്തിൽ നിന്ന് താഴോട്ട് ചാടി അയാൾക്ക് പാരച്യൂട്ട് പരിശീലനം കാണിച്ചു കൊടുക്കുകയാണ്. 9 തവണ 9 വ്യത്യസ്ത ലൊക്കേഷനുകളിൽ പാരച്യൂട്ട് ഉപയോഗിച്ച് വിമാനത്തിൽ ചാടി കാണിക്കുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം അതിന്റെ ഫലം നിക്കോൾ അനുഭവിക്കുകയും ചെയ്തു. പലപ്പോഴും വേണ്ടത്ര പരിശീലനമില്ലാതെ നിക്കോൾ ചാടുന്നത് കൊണ്ട് മുട്ടിടിച്ച് തറയിൽ വീഴുക സ്വാഭാവികമാണ്. അങ്ങനെ മുട്ടിന്റെ ചിരട്ടയ്ക്കുണ്ടായ ബലഹീനത കുറേ വർഷങ്ങൾക്ക് ശേഷം ഓപ്പറേഷനിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ പോലും പാരച്യൂട്ട് ഉപയോഗിച്ച് ചാടുന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ള നിക്കോൾ അയാൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് ധൈര്യം കിട്ടാൻ വേണ്ടി സ്വയം ചാടി കാണിച്ചു എന്നുള്ളതാണ്. ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളെ നോർത്ത് കൊറിയയുടെയും ചൈനയുടെയും സൈന്യത്തിന്റെ ഫ്രണ്ട് ലൈനിന്റെ പുറകിൽ ആകാശത്തിലൂടെ കൊണ്ടുവന്ന് പാരച്യൂട്ട് വഴി താഴോട്ട് ഇറക്കുന്ന വിധിയാണ് നിക്കോൾ ഉപയോഗിക്കുന്നത്. അവിടെ ഇറങ്ങിയതിന് ശേഷം അവർ വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഇവിടെയാണ് തികച്ചും അപകടകരമായ ഒരു കാര്യം സംഭവിക്കുന്നത്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെയാണ് സൗത്ത് കൊറിയയിൽ നിന്നും നോർത്ത് കൊറിയയിൽ നിന്നുമായിട്ട് നിക്കോൾ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് നോർത്ത് കൊറിയൻ ബോർഡർ വഴി മറുവശത്തേക്ക് വിടുന്നത്. ഇതിൽ ആരൊക്കെ തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ല. 100% റിസ്ക് ഉള്ള ജോലിയാണ്. ആത്മഹത്യ ചെയ്യാനായി ആളുകളെ പറഞ്ഞു വിടുക എന്നൊക്കെ പറയില്ല, ആ ഒരു ശൈലിയുള്ള സംഭവമാണ്. നോർത്ത് കൊറിയയിലെ രഹസ്യങ്ങൾ അടിച്ചു മാറ്റി കൊണ്ടുവരാൻ കഴിയുന്നവർ 1 or 2 ആയിരിക്കും 100 പേരെ വിടുമ്പോൾ. ബാക്കി 98 പേരും ചൈനയുടെയോ നോർത്ത് കൊറിയയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ വെടിയേറ്റ് കൊല്ലപ്പെടും. എന്നിട്ടും നിക്കോൾ നിരന്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും അങ്ങോട്ട് വിടുകയും ചെയ്യുകയാണ്. അപ്പോഴാണ് ഒരു അവതാരം ഉണ്ടാകുന്നത്. MiG-15 യുദ്ധത്തിലേക്ക് കടക്കുന്ന ഈ സമയത്താണ്. അന്ന് വരെ ഭൂമിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഏത് യുദ്ധവിമാനങ്ങളെക്കാളും ശക്തിയേറിയ യുദ്ധവിമാനങ്ങളുമായി സോവിയറ്റ് യൂണിയൻ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ ഡയറക്റ്റ് എന്ന് പറയില്ല, അതിന് വരെ ഇൻഡയറക്റ്റ് തന്നെയാണ് US-ഉം സോവിയറ്റ് യൂണിയനും ഒക്കെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചൈനയുടെ യുദ്ധവിമാനമാണെന്നേ ആ യുദ്ധവിമാനം കണ്ടാൽ ആളുകൾക്ക് തോന്നും. വലിയ വവ്വാലുകളെ പോലുള്ള ചിറകളുള്ള കൂറ്റൻ MiG-15കൾ. ആ MiG-15 വേഗതയിലും പ്രഹരശേഷിയിലും അന്ന് വരെ യുദ്ധത്തിലുണ്ടായിരുന്ന ഏത് വിമാനത്തെക്കാൾ ശക്തമാണ്. ചൈനയുടെയും നോർത്ത് കൊറിയയുടെയും അതിർത്തിയിലുള്ള യാലു നദിക്ക് മുകളിലൂടെയാണ് MiG-15 പാത. ആ MiG-15-ൽ 0.37 മില്ലിമീറ്റർ വ്യാസമുള്ള പീരങ്കികളാണ് ഉറപ്പിച്ചിരിക്കുന്നത്. വെറും 5 സെക്കൻഡിനകത്ത് അതിലെ പൈലറ്റിന് ആ മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് 80 റൗണ്ടോളം വെടിവെക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കപ്പാസിറ്റി നമുക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ്. ആ കാലഘട്ടത്തിൽ 1950കളുടെ അവസാനത്തിൽ ഇതൊരു വൻ സംഭവമാണ്. അതുവരെ കേട്ട് കേൾവിയില്ലാത്തതാണ് സെക്കൻഡുകൾ കൊണ്ട് 80 റൗണ്ട് വെടിയുതിർക്കാൻ കഴിയുക എന്നുള്ളത്.
വളരെ താഴ്ന്നു പറക്കാനും വേഗത്തിൽ പറക്കാനും അതിവേഗത്തിൽ മുകളിലേക്ക് കുതിക്കാനും കഴിയുന്ന MiG-15 യുദ്ധത്തിന്റെ ഗതി ആകെ തകിടമറിക്കുകയാണ്. US-ന്റെയും സൗത്ത് കൊറിയയുടെയും ടാർഗറ്റുകൾക്ക് നേരെ MiG-15 നടത്തിയ നിറയൊഴിക്കലുകൾക്ക് കൈയും കണക്കുമില്ല. വൻ കാഷ്വാലിറ്റിയാണ് സൗത്ത് കൊറിയൻ US ഭാഗത്തുണ്ടാകുന്നത്. ഏകദേശം 400ഓളം MiG-15 വിമാനങ്ങളാണ് സോവിയറ്റ് യൂണിയൻ ഇറക്കുന്നത്. സോവിയറ്റ് യൂണിയന്റെ ആ യുദ്ധവിമാനങ്ങളുടെ പൈലറ്റുമാരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, അവരൊക്കെ ചൈനീസ് വേഷമാണ് ധരിച്ചിരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ഡയറക്റ്റ് ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടി ഈ പൈലറ്റുമാരോട് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കാര്യമാണ്. ഒരു കാരണവശാലും റഷ്യൻ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തരുത്, ചൈനീസ് ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താനാണ് പൈലറ്റുമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോസ്കോയ്ക്ക് സമീപമുള്ള സൈനിക താവളത്തിൽ നിന്നാണ് ആ വിമാനങ്ങളൊക്കെയും വരുന്നത്. അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ പറഞ്ഞതുപോലെ സകലർക്കും ചൈനീസ് ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രം. അറിയാതെ പലരുടെയും നാവിലൂടെ പുറത്തു വരുന്നത് റഷ്യൻ ഭാഷ തന്നെയാണ്. സ്വാഭാവികമായിട്ട് US-ന് അറിയാം ആകാശത്ത് സോവിയറ്റ് യൂണിയന്റെ MiG-15 ഉള്ളതെന്ന്. വിവരം പ്രസിഡന്റ് ട്രൂമാൻ അറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ ഡയറക്റ്റായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നു. പക്ഷേ വിവരമറിഞ്ഞ പ്രസിഡന്റ് ട്രൂമാൻ ആ കാര്യം പബ്ലിഷ് ചെയ്യാൻ വിസമ്മതിക്കുകയാണ്. സോവിയറ്റ് യൂണിയനുമായി US നേരിട്ട് യുദ്ധത്തിലാണെന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും US-ൽ അതുണ്ടാക്കാൻ പോകുന്ന തരംഗം വളരെ വലുതാണ്. രണ്ട് വൻ ശക്തികൾ തമ്മിൽ നേർക്കുനേർ യുദ്ധം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം പ്രവചനങ്ങൾക്ക് അതീതമാണ്. പ്രസിഡന്റ് ട്രൂമാൻ ആ വിവരം രഹസ്യമായി സൂക്ഷിച്ചിട്ട് മറ്റൊരു കാര്യം ചെയ്യുകയാണ്. US-ന്റെ സ്വപ്നമെന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ അത്യന്താധുനിക യുദ്ധവിമാനമായ F-86 കൊറിയയിലേക്ക് അയക്കുകയാണ്. MiG-15 നേരിടാനായി F-86. ഇതേ സമയത്ത് പുസാനിൽ തന്റെ താവളത്തിലുള്ള നിക്കോളിന് ജനറൽ പോറിച്ച് ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. MiG-15 രഹസ്യങ്ങൾ കണ്ടുപിടിക്കണം. MiG-15 വൻതോതിലാണ് US-നും സൗത്ത് കൊറിയയ്ക്കും നാശം വരുത്തിയിരിക്കുന്നത്. ആ നാശത്തിന് അറുതി വരുത്തണമെങ്കിൽ അവരെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. അതിന് MiG-15 നിർമ്മാണം എങ്ങനെയാണെന്ന് അറിയണം, അതിന്റെ സവിശേഷതകൾ അറിയണം. അത് കണ്ടുപിടിക്കാനാണ് നിക്കോളിന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ US-ൽ നിന്ന് F-86 കൊറിയയിലേക്ക് തിരിച്ചു. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ കൊറിയൻ യുദ്ധവും ചാരന്മാരും എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കഥ ഇതുവരെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.